Hi guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിലീസ് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം ആൾക്കാർ, അതായത് എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ് ക്ലോൺ സ്മാർട്ട് ഫോൺസിൻ്റെ വീഡിയോ എവിടെ പോയി എന്നുള്ളത്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് നമ്മുടെ OnePlusൻ്റെയും ഐഫോൺസിൻ്റെയും ക്ലോൺ വീഡിയോസിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാടധികം വ്യൂസും ഒരുപാടധികം ആൾക്കാരുടെ എന്താ പറയുക സപ്പോർട്ടും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ, അതായത് സാംസങ് ഗാലക്സി S22 Ultra, അതായത് ന്യൂലി ലോഞ്ചഡ് സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ ക്ലോൺ വെർഷൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അതോടൊപ്പം ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യാം, സേഫ് ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വീഡിയോ അവസാനം വരെ കാണാൻ കണ്ട് മനസ്സിലാക്കുക. സോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലിങ്ക് ഒരുപാടധികം ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണാണ്. സോ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് ബോക്സിംഗ് പാക്കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതിന് ചുറ്റിന് നമുക്ക് എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോക്സൊക്കെ S22 Ultra കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. എക്സാക്റ്റ് ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബോക്സ് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങൾ ഒഫീഷ്യൽ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് സീലും കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 മാസത്തെ വാറൻറ്റി ഈ ഒരു ഡിവൈസിനകത്ത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബോക്സൊക്കെ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആ ഒരു ഡിവൈസിൻ്റെ തന്നെ സെയിം ബോക്സിംഗ് പാക്കേജ് ആണ്. ബട്ട് 5G എന്ന് മാത്രം എഴുതിയിട്ടില്ല. കാരണം നമ്മുടെ ഈ ഒരു ബ്രാൻഡൊക്കെ കൂടുതൽ എടുത്ത് പറയുന്ന കാര്യമാണ് ഇത് 5G ആണെന്ന്. സോ 5Gയുടെ ബ്രാൻഡിങ് മാത്രമല്ല, ബാക്കിയെല്ലാം എക്സാക്റ്റ് സെയിം ബോക്സിംഗ് പാക്കേജ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സീലൊന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. സോ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ആ ഒരു സ്ക്രീൻ കാർഡൊക്കെ പ്ലേസ് ചെയ്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി S22 Ultra Clone, അതായത് റെപ്ലിക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ഡിവൈസ്. സോ ഇത് പച്ച കളറാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒത്തൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാ കളേഴ്സും, അതായത് ടോട്ടലായിട്ടുള്ള മുഴുവൻ കളേഴ്സ് സ്മാർട്ട് ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. സോ ആദ്യം തന്നെ ഇവിടെ ഉള്ളത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ S22 Ultra ആണ്. സോ ഇതിൻ്റെ മിഡിലുള്ള ക്യാമറ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കത് കണ്ടാൽ തന്നെ റെപ്ലിക്ക ആണെന്ന് അറിയാം, ക്ലോൺ ആണെന്ന് അറിയാം. എല്ലാ ഡിവൈസസിലും അത് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഈ ഒരു ബ്രൗണിഷ് കളറാണ്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു സെയിം ഡിവൈസ്, അതായത് നമ്മുടെ സെയിം S22 Ultra എങ്ങനെ ഇരിക്കും അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു ബ്ലാക്ക് കളറാണ്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് കളർ സ്മാർട്ട് ഫോൺ. സോ നമുക്കത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഗ്രീനിലേക്ക് പോകാം. ഇതാണ് ഗ്രീൻ കളർ. നിങ്ങൾ തൊട്ട് മുമ്പേ നമ്മൾ അൺബോക്സ് ചെയ്ത ആ ഒരു ഡിവൈസാണിത്. ഇതിനകത്ത് നമുക്ക് S Pen അവൈലബിൾ ആണ് കേട്ടോ. S Pen ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബട്ട് ആ ഒരു സെയിം ക്വാളിറ്റി അല്ല. നിങ്ങൾക്ക് എങ്ങനെ ഒരു പെൻ, അതായത് ഒരു ടച്ച് സ്ക്രീനായിട്ട് യൂസ് ചെയ്യുന്ന പെൻ എങ്ങനെയാണ് അതേപോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. സോ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സാംസങ് ഗാലക്സി S22 Ultra 5G പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ എഴുതി കാണിച്ചുകൊണ്ട് ബൂട്ട് സ്ക്രീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബൂട്ട് സ്ക്രീനിൽ കാണുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കാണിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ എല്ലാ സ്മാർട്ട് ഫോൺസും ബൂട്ടപ്പിന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കാണിച്ച് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഇപ്പോൾ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കാണിച്ചതിന് ശേഷം നമുക്ക് നേരെ അതിൻ്റെ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അൺലോക്ക് ചെയ്യാം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ സെറ്റപ്പ് ചെയ്യാനുള്ള സ്ക്രീനൊന്നും വരുന്നില്ല. ഡയറക്റ്റ്ലി ആണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇതിൻ്റെ ചിൻസ് ആൻഡ് ബെസൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതൊരു ക്ലോൺ സ്മാർട്ട് ഫോണാണ്. അത് വീണ്ടും കേൾക്കുക, ഇത് ഒറിജിനൽ അല്ല, ഒറിജിനലിലെ വെല്ലുന്ന ക്ലോണാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഇതിന് കാണും. സോ ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ആ ഒരു താഴെയുള്ള ആ ഒരു ചിൻസ് ആൻഡ് ബെസൽസ് ഒക്കെ കുറച്ച് എന്താ പറയുക കർവ്ഡ് ആണ്. ആ ഒരു ഡിസ്പ്ലേ കർവ്ഡ് ആണെന്നല്ല, അതിൻ്റെ ആ ഒരു എഡ്ജസ് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് സ്ക്രീനിൽ എടുക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഷവമി സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഡിസൈൻ അറിയായിരിക്കും. ആ ഒരു കർവ്ഡായിട്ടുള്ള ആ ഒരു വളഞ്ഞ ആ ഒരു ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ ആണ്. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചസ് പോലെ അതിനേക്കാളും കൂടുതലാണ്. കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേ ആണ്. 6.8 ഇഞ്ചസിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. ശ്രദ്ധിക്കുക, LCD അല്ല, AMOLED അല്ല, OLEDും അല്ല, ഒരു TFT ഡിസ്പ്ലേ ആണ് ഇവിടെ കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. കമ്പനി എന്ന് പറയുന്നത് ഈ ഒരു റെപ്ലിക്ക സ്മാർട്ട് ഫോൺസ്, അതായത് ക്ലോൺ സ്മാർട്ട് ഫോൺസ് ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് TFT ഒരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യത്തിന് നല്ല ബ്രൈറ്റ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി സാംസങ് ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി ക്രോം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സാംസങ് ഇൻ്റർനെറ്റ് ആയിരിക്കും കാണിക്കുന്നത്. സോ ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത്
ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം. ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നോച്ചുള്ള ആ ഒരു ക്യാമറ എന്ന് പറയുന്നത് 6 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഇവിടെ കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. 6 മെഗാ പിക്സൽ ഈ ഒരു പ്രൈസിൽ വെർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെർത്തിയല്ല. കാരണം ഇതിൻ്റെ പ്രൈസ് ഞാൻ അവസാനം പറയാം. സോ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും വെർത്തിയല്ലാത്തുള്ളൊരു ക്യാമറയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബോറ് ഫോട്ടോസാണ് ഈ ഒരു ഫ്രണ്ട് ക്യാമറ വഴി നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 10 മെഗാ പിക്സൽ ഒരു ക്യാമറയും വീണ്ടും ഒരു 10 മെഗാ പിക്സലിൻ്റെ ഹൈബ്രിഡ് ഒപ്റ്റിക്കൽ ക്യാമറയും 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഫോണിൽ 3 ക്യാമറ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സർ, അതായത് ഈ പ്രോസസ്സർ ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത്. ബട്ട് ഈ ഒരു പ്രോസസ്സറിനൊന്നും ഈ ഒരു ക്യാമറ തീർച്ചയായിട്ടും ക്യാപ്പബിൾ അല്ല. കാരണം 3 ക്യാമറ സെറ്റപ്പ് ഒന്നും തീർച്ചയായിട്ടും പറ്റില്ല ഈ ഒരു ഡിവൈസിൻ്റെ അകത്തൊന്നും. അപ്പോൾ 3 ക്യാമറ ഒന്നും ആയിരിക്കില്ല, ഏകദേശം ഒരു 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ. അതായത് ഒരു ക്യാമറ 12 ആയിരിക്കും. എനിക്ക് കൺഫേം അല്ല, ക്യാമറയുടെ ക്വാളിറ്റി വെച്ച് തോന്നുകയാണെങ്കിൽ ഒരു ക്യാമറ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. സോ തുടക്കത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 5G എന്ന് കാണിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ അകത്ത് 4G സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഒരു നാനോ സിമ്മും ഒരു മൈക്രോ SD കാർഡ് നമുക്ക് ഇതിൻ്റെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3GPയിലാണ് ഫ്രണ്ട് ക്യാമറ വഴി എടുക്കാൻ പറ്റുന്നത്. ബാക്ക് ക്യാമറയിൽ നമുക്ക് 1080p റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് അതിൻ്റെ അത് 720p ക്വാളിറ്റി മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേയും കാര്യങ്ങളെ പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ CPU MTK6580 എന്ന് പറയുന്ന ഒരു ക്വാഡ് കോർ CPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5GB റാം കിട്ടുന്നുണ്ട്, 64GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 19,000 രൂപയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് $249 US നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഇത് വാങ്ങിക്കേണ്ടത്. സോ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. പിന്നെ അതിന് ശേഷം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അതിലൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം S22 Ultra Clone എന്നൊന്ന് എനിക്കൊന്ന് അയച്ചു തരിക. അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ലിങ്കും പ്രൈസും ഡീറ്റെയിൽസും ഇത് വാങ്ങണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റാ വഴി കോൺടാക്ട് ചെയ്യാം. കാരണം ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. സോ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.